ഇന്ന് പകൽക്കാലം പറഞ്ഞുകൊണ്ടിരിക്കണം യുദ്ധം യഹോവയ്ക്കുള്ളത്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം എൻ്റെ യുദ്ധമല്ല. ഒരുപക്ഷെ എൻ്റെ യുദ്ധം എൻ്റെ രോഗത്തോടായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ സാമ്പത്തിക വിഷയങ്ങളോടായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ പഠനത്തോടായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ ഭാവിയോടായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ ജോലി മേഖലയിലായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ ഭവനത്തിനകത്തായിരിക്കാം. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, യുദ്ധം ചെയ്യുന്നത് ഞാനല്ല, യുദ്ധം ചെയ്യുന്നത് ദൈവമാ. എൻ്റെ യുദ്ധം യഹോവ നടത്തും. നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന വാക്കുകളിൽ ഒന്നാണ് യുദ്ധം, അല്ലേ? യുദ്ധം. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്ന വാക്കുകൾക്കകത്തും യുദ്ധം എന്നൊരു വാക്കുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം. അങ്ങനെ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ കുറച്ച് യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന്? ഉണ്ടോ? ഇല്ല. നമ്മൾ യുദ്ധത്തെ നമുക്ക് ഇഷ്ടമല്ല. യുദ്ധം വരുമ്പോൾ തന്നെ നമ്മൾ പറയും, കർത്താവ് ഇതൊന്ന് നിന്നാ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പം പലസ്തീന്റെ പക്ഷവുമല്ല, ഇസ്രായേലിന്റെ പക്ഷത്തിലുമല്ല, നമ്മളിപ്പോൾ റഷ്യയുടെ പക്ഷത്തിലുമല്ല, യുക്രൈന്റെ പക്ഷത്തിലുമല്ല. പക്ഷെ യുദ്ധം ഒന്ന് തീർന്നാൽ മതി, യുദ്ധം വേണ്ട. പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിനകത്ത് സംഭവിക്കുന്ന എന്തുവാ? നിരപരാധികളും കൊല്ലപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. യുദ്ധം ചെയ്യാൻ വന്നവരും നശിപ്പിക്കപ്പെടുന്നു. മറുഭാഗവും രണ്ടു ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. സാധാരണക്കാരും കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു പ്രതികൂലത്തിലൂടെ യുദ്ധകർമ്മയത്ത് നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, യുദ്ധം ഒന്ന് അവസാനിച്ചെങ്കിൽ മതിയായിരുന്നു. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ യുദ്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്ക് യുദ്ധമില്ലെന്ന് പറയരുത്. നമുക്ക് എല്ലാവർക്കും യുദ്ധമുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ നമ്മളെല്ലാവരും യുദ്ധക്കളത്തിലാ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾക്ക് യുദ്ധമുണ്ട്, ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്, എങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് യുദ്ധമില്ലെന്നുള്ളതല്ല, ഞങ്ങൾക്ക് പോരാട്ടം ഇല്ലെന്നുള്ളതല്ല. ആത്മീയ യുദ്ധമുണ്ട്. ദൈവമക്കളെ, നമുക്ക് യുദ്ധമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും നമ്മൾ ആരാധിക്കുന്നവരാണെങ്കിലും ഒക്കെ നമുക്കൊരു പോരാട്ടമുണ്ട്. നിങ്ങളുടെ പോരാട്ടം എന്ത് തന്നെയായാലും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുക, തമ്പുരാൻ യുദ്ധം നടത്തുന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യുദ്ധം നേരിടുമ്പോൾ, അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് യുദ്ധം നേരിട്ടാലും, ഞാൻ യുദ്ധം നേരിട്ടാലും, എനിക്കെതിരെ ഒരു സൈന്യം എനിക്കെതിരെ എഴുന്നേറ്റ് വന്നാലും ഞാൻ നിർഭയമായിരിക്കും. കാരണം എന്തുവാ? യുദ്ധം ചെയ്യുന്നത് ദൈവമാ. ബാറ്റിൽ ബിലോങ്സ് ടു ദി ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇന്ന് പകൽക്കാലം പറഞ്ഞുകൊണ്ടിരിക്കണം യുദ്ധം യഹോവയ്ക്കുള്ളത്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം എൻ്റെ യുദ്ധമല്ല. ഒരുപക്ഷെ എൻ്റെ യുദ്ധം എൻ്റെ രോഗത്തോടായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ സാമ്പത്തിക വിഷയങ്ങളോടായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ പഠനത്തോടായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ ഭാവിയോടായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ ജോലി മേഖലയിലായിരിക്കാം, എൻ്റെ യുദ്ധം എൻ്റെ ഭവനത്തിനകത്തായിരിക്കാം. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, യുദ്ധം ചെയ്യുന്നത് ഞാനല്ല, യുദ്ധം ചെയ്യുന്നത് ദൈവമാ. എൻ്റെ യുദ്ധം യഹോവ നടത്തും. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, വായിച്ച വേദഭാഗത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 3ഉം 4ഉം വാക്യങ്ങൾ. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോശാഫാത്ത് അറിയാത്ത 3 രാജാക്കന്മാര്, വലിയൊരു സഖ്യം, പ്രൈസ് ദി ലോർഡ്, കടലിനക്കരെ നിന്ന് വരുന്നുണ്ട്. വലിയൊരു സൈന്യം, ഒരു യുദ്ധത്തിന്റെ വലിയൊരു സൈന്യം. എത്ര? ഒന്നൊന്നുമല്ല, ഒരു 3 സൈന്യം വരികയാ. വലിയൊരു സൈന്യം വരുന്നു എന്ന് കേട്ടപ്പോ, അങ്ങനെയല്ലേ ആരംഭിക്കുന്നേ? 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ഇവര് 3 പേരും യുദ്ധത്തിന് വന്നു എന്ന് കേട്ടപ്പോ, പ്രൈസ് ദി ലോർഡ്, യഹോശാഫാത്ത് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കൂടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഒന്ന് റെഡി ആയിക്കേ, ഒരു 500 പ്രൈസ് ദി ലോർഡ് സൈന്യത്തെ ഇങ്ങോട്ട് അയക്കണം എന്നാണോ പറഞ്ഞേ? നമുക്കൊരു യുദ്ധം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മൊബൈൽ എവിടെ ഇരിപ്പുണ്ടെന്നാ. എന്തിനാ? സൈന്യത്തെ വിളിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. പൈസ പ്രശ്നമാണ് യുദ്ധമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പൈസ തരാനുള്ള ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിൽ അതിനുള്ള സൈന്യം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പറയുക, യഹോശാഫാത്തിന് രാജാക്കന്മാരെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പ്രൈസ് ദി ലോർഡ്, ചോദിപ്പാൻ ആളില്ലാഞ്ഞിട്ടുമല്ല, സഹായിപ്പാൻ ആൾക്കാരില്ലാഞ്ഞിട്ടുമല്ല. യഹോശാഫാത്തിനെതിരെ പ്രൈസ് ദി ലോർഡ് ഒരു യുദ്ധം നേരിട്ടപ്പോ യഹോശാഫാത്ത് പെട്ടെന്ന് അടുത്ത ഭാഗത്തിൽ പറയുക, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന്, അരാമിൽ നിന്ന് തന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗേദി എന്ന ഹസോൻ താമാറിലുണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. യുദ്ധം എല്ലാവർക്കും ഉണ്ട്, പോരാട്ടം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ എങ്ങനെയാ പോരാട്ടത്തിനെ നേരിടുന്നതാണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്.
യുദ്ധങ്ങളുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കെതിരെ ശത്രു എഴുന്നേറ്റ് നിൽപ്പുണ്ട്, നിങ്ങളൊരു യുദ്ധകളത്തിലാ. പ്രൈസ് ദി ലോർഡ്. യുദ്ധകളത്തിൽ എന്തുവാ? ശത്രു നിങ്ങളെ തുരത്തുന്നു, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ, ഞാൻ ഓടി ഓടി തളർന്നു, എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഈ രോഗം എന്നെ അലർട്ട് ചെയ്യുക, ഈ പ്രശ്നം എനിക്കൊരു സമാധാനം തരുന്നില്ല, എനിക്ക് നേരെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഒരു പോരാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞ് ഞാനൊരു യുദ്ധകളത്തിലാ, എനിക്ക് പോരാട്ടമുണ്ട്. പക്ഷേ ഞാൻ പോരാടുന്നത് ജഡരക്തങ്ങളോടല്ല, എന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് പ്രൈസ് ദി ലോർഡ് ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ കഴിയുന്ന ദൈവശക്തിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിച്ച് പറയണം, പോരാട്ടം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. Battle belongs to the Lord. Battle belongs to the Lord. I know I'm fighting with it. I know I'm fighting with it. But that doesn't come to me. Praise the Lord. ഞാനല്ല ഇവിടെ യുദ്ധം ചെയ്യുന്നത്, ആ യുദ്ധം ചെയ്യുന്നത് കർത്താവാ. Though I am in the field, though I am in the battlefield, it's not me who fighting, it is God who fighting. യുദ്ധക്കളത്തിൽ ഞാൻ ഉണ്ടെങ്കിലും യുദ്ധം ചെയ്യുന്നത് ആരാ? തമ്പുരാനാ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, യഹോശാഫാത്തിനെതിരെ ശത്രു വരുന്നെന്ന് അറിഞ്ഞപ്പം ഭയം ഉണ്ടായി. ഭയമില്ലേ? ഉണ്ട്, നമുക്കും ഉണ്ട്. യുദ്ധം വരുമ്പോൾ ഭയമില്ലേ? ഒരു പ്രശ്നം ഉണ്ടാകുന്നു, പെട്ടെന്നൊരു കാര്യം കേട്ടു, ഇവിടെ നോക്കിയേ, അവിടെ നിന്ന് 3 സൈന്യം വരുന്നു എന്ന് കേട്ടപ്പോ പെട്ടെന്നൊരു ചിലത് കേൾക്കുമ്പോൾ ഭയം ഉണ്ടാവും. ഭയം ഉണ്ടാകുമ്പോൾ പേടിക്കരുത്, ഞാൻ പിശാച് കൂടിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട്. ഭയം സ്വാഭാവികമാണ്, അത് സംഭവിക്കും. പക്ഷെ ഭയത്തിന് ജീവിക്കരുത്. നിങ്ങൾ എപ്പോഴും ഓർത്തോളണം, എൻ്റെ കർത്താവ് ചെയ്തിട്ടുള്ള ഒരു യുദ്ധവും ഇതുവരെ തോറ്റിട്ടില്ല. സകല യുദ്ധവും ജയിച്ച ഒരു കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ എല്ലാ യുദ്ധങ്ങളും 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ചെയ്ത് തീർത്ത യുദ്ധമാ. ഇനി ഒരു യുദ്ധം കർത്താവ് ബാക്കി വെച്ചിട്ടില്ല. നിങ്ങൾ പറയും, എനിക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിന്റെ നടുവിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. തമ്പുരാൻ പറയോ, കുഞ്ഞേ, നിന്റെ സകല രോഗത്തിനും അടിപ്പിണരായി പ്രൈസ് ദി ലോർഡ് ഞാൻ എന്റെ രക്തം നൽകിയതാ. നിന്റെ രോഗത്തിനുള്ള യുദ്ധം അത് ജയിച്ചു കഴിഞ്ഞതാ. ശത്രുവിനെ നിരായുധനാക്കി. കൊലോസ്യർ 2-ാം അധ്യായം വായിക്കണ്ട. ശത്രുവിനെ നിരായുധനാക്കി, അവനെ പരസ്യം നാണക്കേടാക്കി, അവനെ പരസ്യ കാഴ്ചയാക്കി വെച്ചിട്ട് പ്രൈസ് ദി ലോർഡ് കർത്താവ് പറയുക, യുദ്ധങ്ങളെല്ലാം ജയിച്ചതാ, യുദ്ധം തീർന്നതാ. അപ്പൊ നമുക്കുള്ള യുദ്ധം എന്തുവാ? പ്രൈസ് ദി ലോർഡ് യേശുവിന്റെ നാമത്തിൽ നമ്മൾ ജയമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. യുദ്ധകളത്തിൽ വരുമ്പോ പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. യുദ്ധത്തിൽ നിങ്ങളെ തോൽപ്പിച്ച് കളയുവാൻ ശത്രുവിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. യഹോശാഫാത്ത് ഭയപ്പെട്ടു. രണ്ടാമത് എന്തോ ചെയ്തേ? വായിച്ച എന്റെ 3-ാമത്തെ വാക്യം. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ. ഇതെന്തുവാ അന്വേഷിക്കും? Seek the Lord. Seek the Lord when you are in trouble. Seek the Lord when you are sick. Seek the Lord when you are confused. Praise the Lord. Seek the Lord when you are disappointed. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ, നിങ്ങൾക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ബൈബിൾ വ്യക്തമായിട്ട് പറയുക, Seek the Lord. യഹോവയെ അന്വേഷിപ്പിൻ. യഹോശാഫാത്തിന്റെ സ്വഭാവമേ ഇത് തന്നെയാണ്. വായിച്ചേ 19-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സ് വെക്കുകയും ചെയ്തതിനാൽ എന്തിനാ യഹോശാഫാത്തിനോട് സ്വർഗം താണിറങ്ങി വന്നതെന്നറിയാമോ? അയാൾക്കൊരു സ്വഭാവമുണ്ട്, എന്ത് വന്നാലും ദൈവത്തെ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ത് വിഷയം വന്നാലും ദൈവത്തെ അന്വേഷിക്കും. മനുഷ്യരെ നോക്കത്തില്ല, മനുഷ്യരിൽ ആശ്രയിക്കത്തില്ല. ദാവീദ് പറയാറുണ്ട്, ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്, യഹോവയെ ആശ്രയിപ്പൻ, യഹോവയിൽ തന്നെ ആശ്രയമാക്കിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. യഹോശാഫാത്തിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പരിചയക്കാരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പുതുതായി ആ രാജ്യത്തിലേക്ക് വന്നല്ല, യഹൂദയിലെ രാജാവാ. പ്രൈസ് ദി ലോർഡ്. വിളിച്ചാൽ വിളിക്കകല അപ്പുറത്ത് ഒരുപാട് പേര് സഹായിപ്പാൻ നിൽപ്പുണ്ട്. യഹോശാഫാത്ത് ആരെയും വിളിക്കാറില്ല. എന്ത് വിഷയം വന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ട് യഹോശാഫാത്തിന് ഒരു വിഷയം വന്നപ്പോ സ്വർഗം താണിറങ്ങി വരികയാണ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യഹോവയെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ തമ്പുരാൻ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് ഇറങ്ങി വരും. നോക്കിയേ, ഇവിടെ പറയും അവന്റെ സ്വഭാവമാ. യഹോശാഫാത്തിന് സ്വഭാവമുണ്ട്, എന്ത് വന്നാലും ഓടി കർത്താവിന്റെ പാദപീഠത്തിൽ ചെന്നിരിക്കുക. നമുക്കൊരു വിഷയം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്തുവാ ചെയ്യുന്നേ? ഓടി പെട്ടെന്ന് ഫോണിൽ 10 പേരെ വിളിച്ച് പറയും, അല്ലെങ്കിൽ പരിചയമുള്ള ആരുടെയും പറയും, കണ്ടോ അറിഞ്ഞോ ഇങ്ങനെ വിഷയങ്ങൾ.
അയ്യോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങോട്ട് വറക്കുക. പ്രൈസലോട് എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസലോട് കിടന്നാൽ എനിക്ക് ഉറക്കം വരുന്നില്ല. പ്രൈസലോട് എനിക്കൊരു സമാധാനമില്ല, ബിപി കൂടിയിട്ട് ഒരു രക്ഷയുമില്ല. ഇതൊക്കെ ഇല്ലയോ പറയുന്നത്? യഹോശാഫാത്ത് പറയുമ്പോ പ്രൈസലോട് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൈയും കാലൊന്നും കുഴയാറില്ല, എനിക്ക് ഭയം വരും, ശരിയാ. പക്ഷെ ഞാൻ കൈയും കാലൊന്നും കുഴഞ്ഞ് താഴെ വീഴത്തില്ല. ഞാൻ ആരെയും ഫോൺ വിളിക്കാറില്ല, ഞാൻ ആരോടും പോയി പറയാറില്ല. ഞാൻ ഓടി എൻ്റെ വാതിലടച്ച് പ്രൈസലോട് മുറിക്കകത്ത് കടന്ന് എൻ്റെ വാതിലടച്ചിട്ട് ഞാൻ സ്വർഗത്തോട് പറയും, യഹോവയെ അന്വേഷിക്കുന്ന നീതിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കിയ. He is looking for someone who is seeking him. Learn to trust God. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. Learn to trust God. Seek God. ദൈവത്തെ അന്വേഷിക്കുക. ഇന്ന് പകൽക്കാലം വിഷയങ്ങൾ കർത്താവോട് പറ, കർത്താവേ ഞാൻ അങ്ങയൊന്ന് അന്വേഷിക്കുക. സ്തോത്രം. ഞാൻ പലരെയും ശ്രദ്ധിച്ചു, ഞാൻ പലരോടും പറഞ്ഞു, എൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. അതെന്നെ ക്ഷീണിപ്പിച്ചതല്ലാതെ എനിക്കൊരു ബലം കിട്ടിയില്ല, എനിക്കൊരു മറുപടി കിട്ടിയില്ല. കർത്താവേ ഇന്ന് പകൽക്കാലം I seek you Lord, ഞാൻ അങ്ങയൊന്ന് അന്വേഷിക്കുക. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ ഒരു ഡേഞ്ചർ എന്താണെന്നറിയാമോ? ഈ സോഷ്യൽ മീഡിയയുടെ കാലം. കുഞ്ഞുങ്ങളെല്ലാം അതിനകത്തോണ്ട് നമ്മൾക്ക് കൊണ്ടറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നത് ഓരോരുത്തർക്കും എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ? 1000 കുറഞ്ഞവരാരുമില്ല ഇവിടെ. ഉണ്ടോ? എല്ലാവർക്കും 1000 മുകളിലില്ലേ? ഉണ്ട്. 1000, 2000, 3000, 5000 ഫ്രണ്ട്സ്. നിങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ ഈ പറയുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇടപെടുമോ? വിടുമോ മോളെ? ആര് വരും? You are socially connected, but you are left alone. നിങ്ങൾ സോഷ്യലി കണക്റ്റഡാ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞ് ഭയങ്കര ആക്റ്റീവായിട്ട് അങ്ങോട്ട് മെസ്സേജ് വന്നു, ഇങ്ങോട്ട് മെസ്സേജ് വരുന്നു, അങ്ങോട്ട് മെസ്സേജ് വന്നു, ഇങ്ങോട്ട് മെസ്സേജ് വരുന്നു. രാത്രി 12 മണിയിൽ 1 മണി ടിങ് ടിങ് എന്ന് സൗണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക. പ്രൈസലോട് മെസ്സേജ് വരുന്നതാ. ഭയങ്കര കണക്ഷനാ. അത് അകത്ത് മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നം വരട്ടെ, നിനക്കൊരു പ്രയാസം വരട്ടെ, നീ ഒന്ന് വീണു പോകട്ടെ, ഒരു ടിങ്ങിനും വരത്തില്ല. നീ ഒറ്റയ്ക്കാ. You need God. When you think you are socially connected, you are disconnected. Seek God. ദൈവത്തെ അന്വേഷിക്കുക. പ്രൈസ് ലോർഡ്. നിനക്ക് 5000 അല്ല, 10000 അല്ല, 15000 ഫ്രണ്ട്സ് ഫേസ്ബുക്കിലുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല. നീ ഒറ്റയ്ക്കാ. ഈ യുദ്ധത്തിൽ നീ ഒറ്റയ്ക്കാ. നിന്നെ കൊണ്ട് പോരാടി നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ നിനക്ക് വേണ്ടത് സോഷ്യൽ നെറ്റ്വർക്കുകളല്ല, നിനക്ക് വേണ്ടത് തമ്പുരാനാ. ഒരു സൈന്യം എഴുന്നേറ്റ് വരുവാൻ കഴിവുള്ള, ഒരു പടജനത്തെ കൂടെ നിർത്തുവാൻ കഴിവുള്ള, പ്രൈസ് ദി ലോർഡ്, രാജാക്കന്മാരെ കൂടെ നിർത്തി യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിക്കുക. ഇന്ന് പകൽക്കാലം പറയുക, എനിക്കൊരു യുദ്ധമുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കും. വായ് തുറന്ന് പറഞ്ഞേ, എന്റെ യുദ്ധം എന്റേതല്ല, ദൈവത്തിൻ്റെതത്രേ. എനിക്കൊരു യുദ്ധമുണ്ട്, എനിക്കൊരു പോരാട്ടമുണ്ട്. ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അത് എന്റേതല്ല, എന്റെ ദൈവത്തിൻ്റെതാ. ഈ യുദ്ധത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, സ്വർഗം എന്നോട് കൂടെയുണ്ട്. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അടുത്തെന്തുവാ ചെയ്തേ? യഹോശാഫാത്ത് 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. 3-4 ഒന്നുകൂടെ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. ഭയങ്കര സന്തോഷം ഇത് വായിച്ചു കേട്ടപ്പോൾ. എല്ലാവരും കുഞ്ഞു കുട്ടികൾ അടക്കം പിടിച്ചുകൊണ്ട് വരുക. നിനവേ പട്ടണത്തിലെ ദൈവം നശിപ്പിക്കുമെന്ന് യോനയോട് കൽപ്പന പറഞ്ഞപ്പോൾ യോന ജനങ്ങൾ പ്രവചിച്ചു, ദൈവം നശിപ്പിക്കാൻ പോകുക എന്ന് പറഞ്ഞു. രാജാവും പടജനങ്ങളും പ്രൈസ് ദി ലോർഡ് വീട്ടിലിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് കൊച്ചു കുട്ടികളെ അടക്കം പ്രായമുള്ളവരെ പ്രൈസ് ദി ലോർഡ് അവരെല്ലാം ചുമന്നുകൊണ്ട് നിർത്തിയിട്ട് ഒരുമിച്ച് അവരിരുന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താ? നിങ്ങൾക്കൊരു യുദ്ധമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപവാസവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ശത്രു നിങ്ങൾക്കെതിരെ ഒരു യുദ്ധം വിളിച്ചു പറയുമ്പോൾ declare a prayer, declare a fasting against it. ശത്രു നിങ്ങൾക്കെതിരെ ഒരു യുദ്ധം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അവനെതിരെ ഒരു പ്രാർത്ഥന അങ്ങ് പ്രസിദ്ധപ്പെടുത്തണം. എങ്ങനെയുണ്ട്? ശത്രു പറഞ്ഞു 3 വലിയ രാജാക്കന്മാരുമായിട്ട് രാജ്യങ്ങളുമായിട്ട് യഹോശാഫാത്തിനെതിരെ ഈ ഒരു യുദ്ധത്തിന് വരുമ്പോൾ യഹോശാഫാത്ത് അടുത്ത യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയല്ല, പക്ഷേ അവനൊരു മുഴങ്കാലിലെ യുദ്ധം നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ, രാജസൈന്യം എഴുന്നേറ്റ് വരുമ്പോൾ, മറ്റുള്ള രാജാക്കന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്കെതിരെ പോകാൻ തക്കവണ്ണം കോപ്പ് കൂട്ടുകയല്ല, വലിയ വലിയ ആയുധങ്ങൾ കയ്യിലെടുക്കുകയല്ല ചെയ്യുന്നത്. പകരം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ യഹോശാഫാത്ത് തീരുമാനിക്കുക. നീ ചെയ്യുന്നത് ജഡീക യുദ്ധമാണെങ്കിൽ, എനിക്ക് യുദ്ധമുള്ളത് ജഡത്തിലാണെങ്കിൽ, എനിക്ക് യുദ്ധമുള്ളത് ലോകത്താണെങ്കിൽ, എനിക്ക് യുദ്ധമുള്ളത് ജോലിയാണെങ്കിൽ, എനിക്ക് യുദ്ധമുള്ളത് സമ്പത്തിലാണെങ്കിൽ, എനിക്ക് യുദ്ധമുള്ളത് തലമുറയിലാണെങ്കിൽ, ഞാൻ നിന്നോട് പോരാടുന്നത് എന്റെ മുഴങ്കാലിലാ. 2 വാക്ക് പറഞ്ഞെങ്കിൽ തീർക്കൊന്നുമല്ല.
3 സൈന്യം എഴുന്നേറ്റ് വരുമ്പോ യഹോശാഫാത്ത് ഒരു ഉപവാസം അങ്ങ് പ്രസിദ്ധപ്പെടുത്തി. പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഉപവാസത്തിന് വിളിച്ചു. നമ്മുടെ കൂട്ടായ്മയിലൊന്നല്ല, പേടിച്ചത്. ഉപവാസത്തിന് വിളിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രാർത്ഥിക്കാൻ പോയപ്പം അവരുടെ മോള് പ്രാർത്ഥനയ്ക്കില്ല. എന്തുവാ പ്രാർത്ഥനയ്ക്ക് മോളെ കണ്ടില്ലല്ലോ എന്ന്. അപ്പം നേരത്തെ വന്നതിന് എന്നോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു, പക്ഷേ മോള് പ്രാർത്ഥനയ്ക്കില്ല, മോൾ ടൂറിന് പോയിരിക്കുക, വീട്ടിൽ ഉപവാസം പറ്റിക്കുക. വീട്ടിൻ്റെ വിടുതലിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നമാണ്, വീട്ടിനകത്ത് ഭയങ്കര പ്രശ്നമാണ്. ആ പ്രശ്നം മാറാനായിട്ട് ഉപവാസത്തിന് വിളിച്ചിരിക്കുക, മോള് ടൂറിന് പോയിരിക്കുക. എന്നിട്ട് ഒന്നുകൂടെ എന്നോട് ചേർത്ത് പറഞ്ഞു, പക്ഷേ മോള് ടൂറിനാണ് പോയതെങ്കിലും ഞാൻ പ്രാർത്ഥിക്കൊണ്ട് പോക്കളാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെയുണ്ട്. നിങ്ങൾക്കൊരു യുദ്ധമുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബമായി മുഴങ്കാലും അടക്കണം. പ്രൈസ് ദി ലോർഡ്. മോളൊരു ഊരിന് പോയി, മോൻ കളിക്കാനും പോയച്ച് അപ്പയമ്മനും നമ്മെ മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. നോക്കിയേ, യഹോശാഫാത്ത് രാജാവ് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയപ്പോ എല്ലാവരും ഒരുമിച്ചങ്ങ് കൂടി. പ്രൈസ് ദി ലോർഡ്. അത് അവരുടെ വിഷയമാ. ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു രോഗമുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബം ഒരുമിച്ച് ഞങ്ങൾ മുഴങ്കാലിലിരിക്കും. തമ്പുരാൻ ഞങ്ങളുടെ വിഷയത്തിന്മേൽ ഇടപെട്ട് വരും. തമ്പുരാൻ തീർക്കാത്ത ഒരു വിഷയവും ഇന്ന് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരൊക്കെ മുഴങ്കാലും മടങ്ങിയിട്ടുണ്ടോ, ആരൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവിടെ വിഷയങ്ങളിലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപവസിപ്പാൻ റെഡിയാണെങ്കിൽ, പ്രാർത്ഥിപ്പാൻ റെഡിയാണെങ്കിൽ തമ്പുരാൻ നിങ്ങൾക്കൊരു മറുപടിയുണ്ട്. ഇസ്രായേലും പലസ്തീനുമായിട്ട് യുദ്ധം തുടങ്ങിയപ്പോഴേ, ഞാൻ ആ ന്യൂസുകളെല്ലാം വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. തുടങ്ങിയ സമയത്ത് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു. അദ്ദേഹം ഡിക്ലെയർ ചെയ്തതാ. ആദ്യം യുദ്ധം തുടങ്ങിയത് പാലസ്തീനിലെ ഹമാസ് ഗ്രൂപ്പായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ ബോംബ് വന്ന് പ്രൈസിലുള്ള മിസൈൽ ആക്രമണമൊക്കെ നടന്നു കഴിഞ്ഞു. പിറ്റേ ദിവസത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു, ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ, പുള്ളി പറയുമായിരുന്നു, യുദ്ധം തുടങ്ങിയത് ഹമാസ് ആണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും. നിങ്ങൾക്ക് എവിടെ നിന്ന് യുദ്ധം വന്നു എന്നല്ല, നിങ്ങൾക്ക് ആര് യുദ്ധം ചെയ്തു എന്നല്ല, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രു ആരെന്നുള്ളതല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥനക്കാരനാ. പ്രൈസ് ദി ലോർഡ്. ശത്രുവല്ല യുദ്ധം അവസാനിപ്പിക്കുന്നത്, ശത്രുവല്ല തീരുമാനിക്കുന്നത് ഈ യുദ്ധത്തിന്റെ അന്തം എന്താവണമെന്ന്. ശത്രുവല്ല തീരുമാനിക്കുന്നത് ഞാനൊരു രോഗം കൊണ്ടിട്ടോ, ഞാനൊരു പ്രയാസം കൊണ്ടിട്ടോ, ഞാനൊരു ബലഹീനത കൊണ്ടിട്ടോ, ഞാനൊരു നിരാശ കൊണ്ടിട്ടോ ഞാൻ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലപ്പാൻ തീരുമാനിച്ചു, നിന്നെ കണ്ണീരിലോട്ട് കൊണ്ടുവിടുവാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നിന്റെ അന്തം തീരുമാനിക്കുന്നത് ഞാനെന്ന് ശത്രു പറയുമ്പോൾ ദൈവത്തിന്റെ ആലോചന പറയുക. ശത്രുവല്ല മറുപടി പറയുന്നത്, സ്വർഗത്തിലെ തമ്പുരാനാ. പ്രാർത്ഥനക്കാരൻ പറയണം, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഞാനാണ് അതിന് മറുപടി പറയേണ്ടത്. ഇതിന്റെ അന്തം എന്താകുമെന്ന്, what would be the result of my battle, I will declare. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, യുദ്ധം തുടങ്ങിയതൊക്കെ നിങ്ങൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു, ഞങ്ങൾ സാവധാനത്തിൽ ഇങ്ങനെ പൊക്കോട്ട്. അങ്ങനെയല്ലേ യുദ്ധം തുടങ്ങുന്നേ? മിക്ക വീടുകളിൽ യുദ്ധം ആരംഭിക്കുന്നത് അങ്ങനെയല്ലേ? എല്ലാം സമാധാനത്തോടെ പൊക്കോണ്ടിരിക്കും. പെട്ടെന്നൊരു മിസൈലിങ്ങി വരും, പിന്നെ ഓട്ടമായി, അങ്ങോട്ട് പോയായി, കണ്ണുനീരായി, പ്രശ്നമായി, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, പ്രതികൂലങ്ങളായി, അയ്യോ നെട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ചിലത് പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പം എന്നോട് പറയും, പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരോടെല്ലാം സാധാരണ ചോദ്യം, നിങ്ങൾ ഏത് കൂട്ടായ്മയിലാണ് പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. പള്ളിയിലോട്ട് വരാൻ വേണ്ടി വിളിക്കണമെന്നല്ല, നിങ്ങൾ പേടിക്കുന്നു വേണ്ട. വരാണെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് പള്ളിയിൽ വരാം, കൂട്ടായ്മ കൂടാം, സന്തോഷത്തോടെ നിങ്ങൾക്ക് നിങ്ങളോട് ചേർന്ന് ആരാധിക്കാം, അതിനൊന്നും ഒരു മടിയൊന്നുമില്ല. പക്ഷേ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് കൂട്ടായ്മ കൂടുതൽ ചോദിക്കുന്നത് അറിയാമോ? നിങ്ങൾ പള്ളിയിൽ പോകുന്നതെന്ന് അറിയാനായിട്ടാണ്. അടുത്തിടെ ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല പാസ്റ്ററെ, പള്ളിയിൽ പോയിട്ട് ഇത്ര നാളായി, അവിടെ പോയാൽ എന്ത് കിട്ടാനാ, അവിടെ വലിയ പ്രശ്നങ്ങളാണ്, ആ പ്രശ്നം ഈ പ്രശ്നം, ആ പ്രശ്നം ഈ പ്രശ്നം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പോയി എപ്പോഴും കർത്താവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തോളണം, നിങ്ങൾ ചുറ്റിലും നിൽക്കുന്നവര് പ്രാർത്ഥനക്കാരായിരിക്കണം. ഒരു ആത്മീയൊരു പ്രശ്നം വരുമ്പോൾ, നിങ്ങളൊരു പ്രതികൂലത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്കൊരു രോഗമുണ്ട്, നിങ്ങൾക്കൊരു പ്രയാസമുണ്ട്, നിങ്ങൾക്കൊരു പോരാട്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളണം, നിങ്ങളെ ചുറ്റിലും നിൽക്കുന്നവര് നിങ്ങളെ ക്ഷീണിച്ചു പോയവരായിരിക്കരുത്, ലോക മനുഷ്യരായിരിക്കരുത്, അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നിങ്ങളതുകൊണ്ട് പ്രാർത്ഥന കൂട്ടായ്മയുടെ ഭാഗമായിരിക്കാൻ ഞാൻ അവരെ പറഞ്ഞ് ഓർപ്പിക്കാറുണ്ട്. നോക്കിയേ, യഹോശാഫാത്ത് ഒരു യുദ്ധം, ഒരു പ്രൈസ് ദി ലോർഡ്, ഒരു പ്രയറിന് അത് പ്രസിദ്ധപ്പെടുത്തി. അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 20-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥന. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കണം, ഇപ്പോൾ വായിക്കരുത്. നന്നായിട്ട് ദൈവത്തെ അറിഞ്ഞ്, ദൈവമേ
ഞങ്ങളെ നീ ഇതുവരെ നടത്തി, ഞങ്ങളെ പിതാക്കന്മാരോട് നീ വാഗ്ദത്തം ചെയ്തു, ഞങ്ങൾ ആ വാഗ്ദത്തത്തിനകത്തുള്ളവരാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന യഹോശാഫാത്തിന്റെ പ്രാർത്ഥന നമുക്കിവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസാനത്തിൽ യഹോശാഫാത്ത് 3 കാര്യങ്ങൾ പറയുക. തൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ഭാരം യഹോശാഫാത്ത് പറയും. 1, കർത്താവ് ഇതിനോട് എതിർക്കാൻ എനിക്ക് ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എനിക്കൊരു യുദ്ധമുണ്ട്, എനിക്കൊരു പോരാട്ടമുണ്ട്, ഞാൻ അതിനോട് പോരാടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറേ മാസങ്ങളായി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വിഷയവുമായി ഞാൻ പോരാടിക്കൊണ്ടിരിക്കുക. കർത്താവ്, ഇതിനോട് പോരാടാൻ എനിക്ക് ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആയുധമില്ലെന്നുള്ളതല്ല, എനിക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ലെന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. പകരം പറയുക, ഇതിനോട് എതിർ നിൽക്കുവാൻ എനിക്ക് ശക്തിയില്ല കർത്താവേ. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടത് ശക്തിയാ. പ്രൈസ് ദി ലോർഡ്. നിൽപ്പാനുള്ള ശക്തി, യുദ്ധം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് ആവശ്യമാ. പ്രൈസ് ദി ലോർഡ്. യഹോശാഫാത്ത് പറയുക, കർത്താവേ, ഇതിനോട് എതിർക്കാനുള്ള ശക്തി എനിക്ക് ഇല്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ക്ഷീണിച്ചു പോകും. പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു രോഗമൊക്കെ വന്ന്, ഒരു പ്രയാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ക്ഷീണിച്ച്, പിന്നെ ഉറക്കമൊന്ന് വർത്താനം പറയാനുണ്ട്, പാട്ട് പാടാൻ ഒന്നും കഴിയാതെ ക്ഷീണിച്ച് വാടി കുഴഞ്ഞു പോകും. യഹോശാഫാത്ത് പറയുക, എനിക്ക് ശക്തിയില്ല, ഇതിനോട് എതിർത്ത് നിൽക്കുവാൻ എനിക്ക് ശക്തിയില്ല. രണ്ടാമത് പറയുക, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. 1, എനിക്ക് ശക്തിയില്ല. 2, എനിക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇത് 2 ചോദ്യങ്ങളും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ തമ്പുരാനോട് ചേർന്നിട്ട് പറ, കർത്താവേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ വിഷയത്തോട് എതിരിട്ട് നിൽപ്പാൻ എനിക്ക് ശക്തിയില്ല. അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ഭയമാ, അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ഭാരമാ. ഇന്ന് പകൽക്കാലം ഈ യുദ്ധം ചെയ്യുവാൻ എനിക്ക് ശക്തി പോരാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതിനുള്ള ധൈര്യം പോരാ. കർത്താവേ, അവിടെ നിന്ന് ശക്തിപ്പെടുത്തണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭവനത്തിനകത്ത് വന്ന, പ്രൈസ് ദി ലോർഡ്, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്റെ ഭവനത്തിനകത്ത് ശത്രുവിട്ട മിസൈൽ, ശത്രുവിട്ട ആക്രമണം ഇന്ന് പകൽക്കാലം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ഈ യുദ്ധം എന്റേതല്ല, ഈ യുദ്ധം സ്വർഗത്തിൻ്റെതാ. പ്രൈസ് ദി ലോർഡ്. ഇതിനെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഇതിനോട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ടെക്നിക്കുകളൊന്നും എനിക്കറിയത്തില്ല. ഇതിനോട് എതിർത്ത് നിൽക്കുവാൻ എനിക്ക് ശക്തിയില്ല കർത്താവേ. ഒരു കാര്യം കൂടെ യഹോശാഫാത്തോടെ 12-ാം വാക്യത്തിൽ, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ കണ്ണ് സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുക. കർത്താവേ, എനിക്ക് ശക്തിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവേ, ഞാൻ പലരോടും ചോദിച്ചു, അവരൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചതല്ലാതെ ബലപ്പെട്ടിട്ടില്ല. എങ്കിലും എന്റെ കണ്ണ് ഞാൻ കർത്താവിലേക്ക് തിരിച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഈ വിഷയത്തോട് എതിർത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് ശക്തിയില്ലാതെ തോന്നുകയാണെങ്കിൽ, ഒരു നിമിഷം എന്നോട് ചേർന്ന് പറയാമോ, തമ്പുരാനെ, എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്കറിയത്തില്ല ഇതിന് മറുപടി ഞാൻ എന്തുവാ പറയേണ്ടതെന്ന്, ഇതിനോട് എതിരിടുവാനുള്ള ശക്തി എനിക്ക് പോരാ കർത്താവേ. എങ്കിലും എന്റെ കണ്ണുകൾ ഞാൻ എന്റെ കർത്താവിലേക്ക്, എന്റെ അപ്പനിലേക്ക് ഞാൻ തിരികുകയാണ്. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയണം, യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹോശാഫാത്തിനെതിരെ യുദ്ധമുണ്ടായപ്പോ നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരാണെങ്കിൽ തമ്പുരാൻ നിങ്ങൾക്കൊരു വാഗ്ദത്തം തരും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് ഒരു പോരാട്ടം ഉണ്ടായപ്പോ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, യഹോവ കരുതിക്കൊള്ളും. എനിക്കൊരു പ്രശ്നമുണ്ട് കർത്താവേ, ഇനി അടുത്ത് എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് ചോദ്യങ്ങളാ, അതിനെല്ലാം മറുപടി പറയണം, എനിക്ക് എന്തുവാ പറയണമെന്ന് അറിയത്തില്ല. തമ്പുരാൻ പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഗോലിയാത്തിനെതിരെ യുദ്ധത്തിനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോ യുദ്ധകളത്തിൽ ചെന്നു. ദാവീദ് ചെറിയ ബാലനാ, അവൻ വരുന്നത് വയലിൽ നിന്നാ. ഗോലിയാത്ത് വലിയൊരു മല്ലനാ, അവന് 10-11 അടി ഉയരമുണ്ട്, നീളമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനോട് എതിർത്ത് നിൽക്കുവാൻ ദാവീദിന് ശക്തിയില്ല. എങ്കിലും അവിടെ നിന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു, ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്, ഇതെന്റെ യുദ്ധമല്ല. യോനാഥൻ, പ്രൈസ് ദി ലോർഡ്, അപ്പനും കൂട്ടരും ഓടിച്ചിരിക്കുമ്പോ അവൻ മാത്രം ഒരു ബാല്യക്കാരനുമായി യുദ്ധകളത്തിലേക്ക് ചെന്നിട്ട് ഫെലിസ്ത്യ സൈന്യത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്പം കൊണ്ടും അധികം കൊണ്ടും യഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ പ്രയാസമില്ലല്ലോ, അല്പം കൊണ്ടും അധികം കൊണ്ടും യഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ പ്രയാസമില്ലല്ലോ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി പ്രാർത്ഥിച്ചോളണം. വായിച്ച 20-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിൽ യഹോശാഫാത്തിനോട് പറഞ്ഞേനെ, വെറുതെ ഉപവാസവും പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിരിക്കാതെ, പൊട്ടം കളിക്കാതെ, അറിയുന്ന ആൾക്കാരോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് യുദ്ധത്തിനുള്ള ആളെ കൂട്ടാൻ പറയത്തില്ലേ? പറയും.
വെറുതെ ഈ പരിപാടി ഒന്നും കാണിച്ചുകൊണ്ടിരിക്കരുത്. കാരണം അവസാനം അവരിൽ 3 രാജ്യം ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞ് രാജ്യം വളഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിചയമുള്ള ആദ്യം രാജാക്കന്മാരെ വിളിച്ചു പറഞ്ഞിട്ട് അവരോട് യുദ്ധത്തിന് റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞേനെ. യഹോശാഫാത്ത് എന്തുവാ ചെയ്തേ? പ്രാർത്ഥിപ്പാൻ അങ്ങ് തീരുമാനിച്ചു. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിപ്പാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾക്ക് വിഷയത്തിന് പ്രൈസ് ലോർഡ്, നിങ്ങളെ ശത്രു വിട്ട് ഞെരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ശക്തിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വാസത്തിൽ പറയുക, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ കുടുംബമായി ഒന്ന് ഉപവസിച്ച് ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വിടുതലെടുപ്പാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, തമ്പുരാന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്, ദൈവസന്നിധിയിൽ യഹോശാഫാത്ത് ചെന്ന് നിന്നപ്പോ ദൈവത്തിന് ഒരു മറുപടി വന്നു. എന്തുവാ ആ മറുപടി? പ്രൈസ് ലോർഡ്, ഒന്നാമത്തെ മറുപടി, ഈ വലിയ സമൂഹ നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ശത്രു വലിയതാ, നിങ്ങളുടെ പ്രശ്നം വലിയതാ, നിങ്ങളുടെ രോഗം വലിയതാ, നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രു വലിയതാ. പക്ഷേ പ്രാർത്ഥനക്കാരനെ, പ്രാർത്ഥനക്കാരിയെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, നീ ഇന്ന് പകൽക്കാലം ഭയപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പറ, നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ ഭയപ്പെടത്തില്ല. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വലിയ മല പോലുള്ള പ്രശ്നമാ. എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വലിയ വിഷയമാ. എന്റെ കുടുംബത്തെ അലട്ടിയിരിക്കുന്നത് ഒരു വലിയ രോഗമാ. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പറയും, എനിക്ക് ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. ഒന്ന്, ഭയപ്പെടാം. നിങ്ങൾ വലിയ സമൂഹ നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്. രണ്ടാമത്തെ കാര്യം, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഒന്ന്, നിങ്ങൾ ഭയപ്പെടേണ്ട. രണ്ട്, ഈ യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധത്തിനകത്ത് നിങ്ങൾക്ക് റോളുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ യുദ്ധമല്ല. നിങ്ങൾക്ക് വന്ന യുദ്ധം, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വിഷയത്തിൽ വന്നിരിക്കുന്ന യുദ്ധം, അത് നമ്മുടെ യുദ്ധമല്ല. അത് ആരുടെ യുദ്ധമാ? ദൈവത്തിന്റെ യുദ്ധമാ. ഇന്ന് പകൽക്കാലം പറ, ഈ യുദ്ധം പ്രൈസ് ദി ലോർഡ് എന്റേതല്ല. ഈ യുദ്ധം ഞാൻ സ്വർഗത്തിന് കൈമാറുകയാ. ഈ യുദ്ധത്തിൽ എനിക്ക് റോൾ ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ റോൾ എന്തുവാ? പ്രാർത്ഥിപ്പാനാ. എന്റെ റോൾ എന്തുവാ? ദൈവത്തെ ആരാധിപ്പാനാ. എന്റെ റോൾ എന്തുവാ? ദൈവത്തിൽ നിന്ന് ഉപവസിപ്പാനാ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്തുവാ? പ്രേ, ഫാസ്റ്റ് ആൻഡ് പ്രേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. നിങ്ങളുടെ വിഷയങ്ങളല്ലേ, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രയാസത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് സ്തോത്രം. യഹോശാഫാത്ത് പറയുക, കർത്താവേ, എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്ക് ശക്തിയില്ല, ഇതിനോടൊന്നും പോരാടി നിൽക്കാനുള്ള ശക്തി എനിക്ക് ഇല്ല. പക്ഷെ എൻ്റെ കണ്ണ് ഞാൻ നിങ്ങളിലേക്ക് ഉയർത്തുക. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സഹായം സ്വർഗത്തിലാണ്. നിങ്ങളുടെ സഹായം വരുന്നത് ഉയരത്തിൽ നിന്നാ. അതുകൊണ്ട് ഇവിടെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ വെക്കരുത്. ഇവിടെയുള്ള ഒന്നിലും പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ ദൃഷ്ടി വെക്കരുത്. പകരം ആരെ നോക്കണം? ഉയരത്തിലേക്ക് ദൃഷ്ടി വെക്കണം, യഹോവയിലേക്ക് ദൃഷ്ടി വെക്കണം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നാണ് എനിക്ക് സഹായം വരുന്നത്. അതുകൊണ്ട് ഞാൻ ക്ഷീണിക്കേണ്ട ആവശ്യം ഇല്ല. ഈ വലിയ സൈന്യ നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെ അത്രേ. ദൈവത്തിൻ്റെ വാഗ്ദത്തം കണ്ടോ? ഒരു കാര്യം കൂടെ കർത്താവ് പറയുക. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 16-ഉം 17-ഉം വാക്യം. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുതേ, ഭ്രമിക്കരുതേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധം നിങ്ങളതല്ല. പറഞ്ഞ ഈ യുദ്ധം എൻ്റെതല്ല. ഈ യുദ്ധം എൻ്റെതല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് യുദ്ധമുണ്ട്, എനിക്കൊരു പോരാട്ടമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുക. ആ യുദ്ധത്തിനകത്ത് ശത്രു പ്രബലനായി എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ അതിനോട് പറ, ദൈവത്തോട് നോക്കി പറ, പ്രൈസ് ദി ലോർഡ്, ഈ യുദ്ധം എൻ്റെതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. പ്രൈസ് ദി ലോർഡ്. ദിസ് ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ഈ യുദ്ധം എനിക്ക് ചെയ്ത് ഞാൻ ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്ന, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചു പോകും. നിങ്ങൾ അതിനോട് എതിരിട്ട് നിന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. പകരം യഹോവയ്ക്കായി കാത്തിരുന്നാൽ നിങ്ങൾ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യുദ്ധം ചെയ്താൽ ക്ഷീണിക്കും. ഈ വിഷയം ഇങ്ങനെയൊക്കെയാ, അതുകൊണ്ട് എങ്ങനെയൊക്കെ ഓടിച്ചാടി നടന്ന് ഈ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, യഹോവയ്ക്കായി കാത്തിരുന്നാൽ നിങ്ങൾ ശക്തിയെ പുതുക്കും. കഴുകനെ പോലെ നിങ്ങൾ ചിറകടിച്ച് ഉയരും. പ്രൈസ് ദി ലോർഡ്. ഒരു യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഭാഗത്ത് പറയുക, ദൈവം പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ വിശ്വാസത്തോടെ ചിലത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വെറുതെ പ്രാർത്ഥിച്ചിരുന്നാൽ മതിയോ? ഇല്ല.
യഹോശാഫാത്തേ, നിനക്കെതിരെ രാജാക്കന്മാർ യുദ്ധത്തിന് വരുമ്പോ പ്രൈസ് ലോർഡ് നീ അവരെ കണ്ടേച്ച് പ്രൈസ് ലോർഡ് അങ്ങനെ മാറി നിൽക്കുകയല്ല, ഭയപ്പെട്ട് നിൽക്കുകയല്ല, അവരോട് മുന്നോട്ട് പോകാനാ പറയുന്നേ. ഇസ്രായേലിന് ചെങ്കടലിൽ നിന്നിട്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ വഴി തെളിയാതെ നിൽക്കുമ്പോ മോശയോട് ദൈവം പറയുക, ഇസ്രായേൽ ജനത്തോട് പറ, മുന്നോട്ട് പോകാൻ കൽപ്പിക്കുക. പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തോടെ അടുത്ത ചുവട് വെക്കണം. ഈ വുമൻസ് വേൾഡ് കപ്പില് ക്രിക്കറ്റിന്റെ വുമൻസ് വേൾഡ് കപ്പില് ഇപ്രാവശ്യം ഇന്ത്യക്കായിരുന്നു കപ്പ് കിട്ടിയത്, അറിയാലോ നമുക്ക് എല്ലാവർക്കും. പ്രൈസ് ലോർഡ്. അതിനകത്ത് സെമി ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമ്മൾ ആ ന്യൂസിലൊക്കെ വായിച്ചത് കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയായിരിക്കും. പ്രൈസ് ലോർഡ്. അതിനകത്ത് വിജയ കിരീടത്തിലേക്ക് കൊണ്ടുപോയത് ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കളിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവളെന്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. അവളോട് പറഞ്ഞോണ്ട് ഇങ്ങനെ എന്തോ പറഞ്ഞാണ് അവളെ കളിക്കളത്തിൽ നിൽക്കുന്നത്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു അവളെ വായിങ്ങനെ ഇറങ്ങുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞു അവൾ ഇങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നത്. പ്രൈസ് ലോർഡ്. അവസാനം കളിയെല്ലാം ജയിച്ചു, കപ്പൊക്കെ മേടിച്ചു. അവളങ്ങ് ഭയങ്കര കരച്ചിലായി. അവൾക്ക് ഇന്റർവ്യൂ കിട്ടി. പ്രൈസ് ലോർഡ്. ഇന്റർവ്യൂ സമയത്ത് അവളോട് ചോദിച്ചു, എന്തുവാ ജമീമ നീ അങ്ങനെ നടന്നുകൊണ്ട് പറഞ്ഞത് എന്തുവാ? അപ്പൊ അവള് പറഞ്ഞു, ആദ്യം പ്രൈസ് ലോർഡ് ഞാൻ ഒത്തിരി പരാജയത്തിലൂടെ പോയതാ, എന്നെ കൊണ്ട് നിൽക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചതാ. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ ക്ഷീണിച്ച ഒരവസ്ഥയിലാണ് ഈ ഒരു വേൾഡ് കപ്പിന്റെ മത്സരത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. അതിന്റെ സെമി ഫൈനൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജയിക്കുമെന്നൊരു സാധ്യതയുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ലോർഡ് അവൾക്ക് ഉള്ളിൽ പെട്ടെന്ന് ഒരു ചിന്തയുണ്ടായി. അവളെ തന്നെ ബലപ്പെടുത്താൻ തുടങ്ങി. നമ്മളെ കൊണ്ട് പറ്റും, ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് അവളോട് തന്നെ പറയാൻ തുടങ്ങി. രണ്ടാമത് പറഞ്ഞതെന്നറിയാമോ? പ്രൈസ് ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പലരും മറന്നു പോകുന്ന ഒന്ന്, ആരാധിക്കുന്ന പലരും മറന്നു പോകുന്ന ഒന്ന്, വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന പലരും മറന്നു പോകുന്ന ഒന്ന്. ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി പ്രൈസ് ലോർഡ്, അവൾ ക്രിക്കറ്റ് കളിക്കാരിയാ, ലോകം മുഴുവൻ അറിയുന്നവളാ. അവള് പറഞ്ഞു, പ്രൈസ് ലോർഡ്, ഞാനൊരു വാക്യം എനിക്ക് കിട്ടി, തമ്പുരാൻ തന്നൊരു വാക്യത്തെ ഞാൻ മുറുക്കി പിടിച്ച് അതെന്റെ വായി തുറന്ന് പറയാൻ തുടങ്ങി. ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്, യഹോവ യുദ്ധം ചെയ്യും, ഞാൻ മിണ്ടാതിരുന്നാ മതി. ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്, യഹോവ യുദ്ധം ചെയ്യും, ഞാൻ മിണ്ടാതിരുന്നാ മതി. അവൾ അത് പറഞ്ഞു ബാറ്റ് ചെയ്യാൻ തുടങ്ങി. അവൾ അത് പറഞ്ഞു ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവൾ അത് പറഞ്ഞു ബാറ്റും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിയത് വിജയ കിരീടം ചൂടിക്കേറ്റ. ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവക്കറിയാം, അവൾ കളിക്കുന്ന സ്ഥലത്ത് അവൾ പരാജയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥനക്കാരത്തിയെ, വർഷങ്ങളായി നിങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട് നിങ്ങളെ വിഷയങ്ങളിൽ തമ്പുരാൻ ഇറങ്ങുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ ബുദ്ധിയിൽ നമ്മളെ കൊണ്ടാകുന്നതൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയുക. ജമീമ റോഡ്രിഗസിന് മുമ്പിൽ, നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് നിന്നിട്ട് പറയുക, യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രൈസ് ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഈ യുദ്ധം എന്റെ യുദ്ധമല്ല, ഇത് ഞാൻ ചെയ്യേണ്ട യുദ്ധമല്ല. ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. പ്രൈസ് ലോർഡ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. പ്രൈസ് ലോർഡ്. സ്വത്രം പറഞ്ഞേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. പറഞ്ഞേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്കൊരു പ്രതികൂലമില്ല. ദൈവം എന്റെ വിഷയത്തിൽ അനുകൂലമെങ്കിൽ ഒന്നിനും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എന്റെ രോഗം ഒന്നുമില്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എന്റെ ഭവനത്തിന്റെ വിഷയങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ല. If God is for us, who can be against us? Praise the Lord. നമ്മൾ ഒറ്റയ്ക്കല്ല. സ്തോത്രം. നമ്മൾ ഒറ്റയ്ക്കല്ല. ഇന്ന് പകൽക്കാലം പറയാമോ, എൻ്റെ യുദ്ധം സ്വർഗത്തിൻ്റെതാ. ഈ യുദ്ധം ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഓടേണ്ട ആവശ്യമുണ്ടോ? നമ്മളങ്ങ് പൊരുതി ക്ഷീണിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് BP-യും കൂടി, എന്തോരം യുദ്ധമാണ് ചെയ്യുന്നേ. അയ്യോ പാസ്റ്റർ, ചിന്തിച്ചാ പറ്റുന്നില്ല, കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സമാധാനവും ഇല്ല. എൻ്റെ കുഞ്ഞ് എന്തിനാ ആദ്യം പിടിക്കുന്നത്? ദൈവത്തിനും കൊടുക്ക. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് പറ, ഈ യുദ്ധം എന്റേതല്ല, സ്വർഗത്തിൻ്റെതാ. ഈ യുദ്ധം എന്റേതല്ല, ഇത് ദൈവത്തിൻ്റെതാ. യഹോശാഫാത്തിനോട് തമ്പുരാൻ പറഞ്ഞു, നിന്റെ നേരെ വരുന്ന ഈ സൈന്യത്തെ കണ്ട്, നിന്റെ നേരെ വരുന്ന ഈ പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെടണ്ട. ഇന്ന് പറഞ്ഞേ, ഞാൻ ഭയപ്പെടത്തില്ല, എനിക്ക് ഭയമില്ല. ഞാൻ ഈ വിഷയങ്ങളെ കണ്ട് ഭയപ്പെടത്തില്ല. കാരണം ഇതെന്റെ യുദ്ധമല്ല. ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും, എന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയെങ്കിലും, ഈ യുദ്ധം എന്റെ യുദ്ധമല്ല, ഇത് സ്വർഗത്തിന്റെ യുദ്ധമാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആറ്.
ഒരു നിമിഷം ഒന്ന് കണ്ണുടയ്ക്കാം. ദൈവവരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു, ദൈവവരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറ, നിങ്ങളുടെ വിഷയങ്ങളെല്ലാം പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് യുദ്ധകളത്തിലാണേലും, നിങ്ങളുടെ പോരാട്ടം എന്ത് തന്നെയായാലും ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ പോരാട്ടത്തിന് നടുവില, ഞാൻ ഇന്ന പോരാട്ടത്തിന് നടുവില പ്രൈസ് ദി ലോർഡ്, ഇന്ന യുദ്ധകളത്തില എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കെതിരെ വന്നിരിക്കുന്ന ശത്രു എൻ്റെ മേലുള്ള രോഗമാ, എനിക്കെതിരെ വന്നിരിക്കുന്ന ശത്രു എന്റെയുള്ള സാമ്പത്തിക വിഷയങ്ങളാ, എനിക്കെതിരെ വന്നിരിക്കുന്ന ശത്രു എൻ്റെ കുടുംബത്തിനകത്തുള്ളതാ, എനിക്കെതിരെ വന്നിരിക്കുന്ന ശത്രു പ്രൈസ് ദി ലോർഡ് എൻ്റെ ജോലി സ്ഥലത്തുള്ളതാ. ഇന്ന് പകൽക്കാലം കർത്താവേ ആ രോഗത്തെ പ്രൈസ് ദി ലോർഡ്, ആ പ്രതികൂലത്തെ, ആ പ്രശ്നത്തെ, ആ യുദ്ധത്തെ എൻ്റെ അപ്പന്റെ കരങ്ങളിലേക്ക് ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുക. ഈ യുദ്ധം എന്റേതല്ല, യഹോവയുടേതത്രേ. പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പറഞ്ഞ് യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്, എൻ്റെ യുദ്ധമല്ല. ഞാൻ ഇതിനകത്ത് പോരാടി ക്ഷീണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഭയപ്പെട്ട് വല്ലാതെ ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമില്ല. ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്, ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് വിശ്വാസത്തോടെ പറഞ്ഞ്, ഞാൻ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ, if God is for us who can be against me. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഈ യുദ്ധം എന്റേതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. ഈ യുദ്ധം ഞാൻ തോൽക്കാനുള്ളതല്ല, ഈ യുദ്ധം ഞാൻ ക്ഷീണിച്ചു പോകാനുള്ളതല്ല, ഞാൻ ഈ യുദ്ധം പരാജയപ്പെട്ടു പോകാനുള്ളതല്ല, ഈ യുദ്ധം എന്നെ പണിയാനുള്ളതാ, ഇതെന്നെ വിജയിപ്പാനുള്ളതാ, ഞാൻ വിജയിപ്പാനുള്ള യുദ്ധമാ. ഇത് ഞാൻ ക്ഷീണിച്ച് പരാജയപ്പെട്ട് തകർന്നു പോകാനുള്ള യുദ്ധമല്ല. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ അങ്ങേ ആരാധിക്കുന്ന ഞങ്ങളുടെ മക്കളോട് അടയോട് ചേർന്ന് പകൽക്കാലം അങ്ങയോട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, ദൈവശക്തി അവരുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ ഏത് വിഷയത്തെ ചൊല്ലി ഇന്ന് പകൽക്കാലം ഭാരത്തോടെ ആയിരുന്നാലും, ഏത് വിഷയത്തെ ചൊല്ലി അവരെന്ന് കർത്താവെ ക്ഷീണിച്ചു പോയാലും, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, if God is for us who can be against us. ഈ യുദ്ധം എന്റേതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. ഓൺലൈനിൽ നമ്മളെ വാക്കുകൾ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ കരങ്ങളെ എൻ്റെ നേരെ ഒന്ന് നീട്ടി വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധനായ ദൈവമേ കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോട് അങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം ഞങ്ങളുടെ മക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധം, അത് കണ്ട് ഭയപ്പെട്ട് അടുത്തടി വെക്കാൻ കഴിയാതെ ഉറങ്ങിയിട്ട് നാളുകളായി കർത്താവെ ആധി പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ എന്തായിത്തീരും, അവരുടെ ഭാവി എന്തായിത്തീരും, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും, വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്തയെ പകൽക്കാലം ഭാരപ്പെടുത്തുന്ന കർത്താവെ, ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, ശരീരങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്, ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കടഭാരങ്ങൾ മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ജോലി മേഖലയിൽ വിടുതൽ സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തലമുറയിൽ വിടുതൽ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ബലഹീനത മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടരുടെ ബന്ധങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവെ, അവിടുത്തെ ചിറകിന്റെ മറവിൽ സ്വർഗം ഞങ്ങൾ എല്ലാവരെയും മറയ്ക്കണമേ. തമ്പുരാൻ, ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം, ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണം. കർത്താവിന് വേണ്ടി ജീവിപ്പാനുള്ള കൃപ സ്വർഗം തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം, സൗഖ്യമാക്കിയതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.